ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമുക്ക് അടുത്തതായി എടുക്കാനുള്ള ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു കൊണ്ടിരിക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും കൺവേർഷൻ മെത്തേഡും. അപ്പോൾ അതിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുക എന്ന് പഠിച്ചു. അതായത് ആ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൽ നമ്മൾ എക്സ്പെൻസ് ആൻഡ് ഇൻകം എടുക്കാതെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും എക്സ്പെൻസും ഇൻകം ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റുമാണ് പഠിച്ചത്. അപ്പോൾ ആ രണ്ട് രീതിയിലും എങ്ങനെയാണ് നെറ്റ് പ്രോഫിറ്റ് കാണുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ സാധാരണ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ്, ശരിയല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ +1 നമ്മൾ ഏതാണ് ഉണ്ടാക്കാറുള്ളത്? ബാലൻസ് ഷീറ്റ്. എന്തിനാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാറ്? ആ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാറ്, ശരിയല്ലേ. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബിസിനസ്സിന് എത്ര അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ്സിന് എത്ര ലാബിലിറ്റി ഉണ്ട്, അതിനെയാണ് ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലും ഇതുപോലെ നമുക്ക് എന്തറിയേണ്ടതായിട്ടുണ്ട്? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അസറ്റ് ആൻഡ് ലാബിലിറ്റീസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നമ്മൾ റിയൽ അക്കൗണ്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റിയൽ ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. എന്നാലും ഒരു സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മൾ കാണാൻ നമ്മുടെ പഴയ ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് ഉണ്ടാവുക. ലാബിലിറ്റീസിന് ഒരു കോളവും അസറ്റിന് ഒരു കോളവുമാണ് ഉള്ളത്. ചെയ്യുന്നതും ഏകദേശം ഒരുപോലെ തന്നെയാണ്, നമ്മൾ എഴുതുന്നത് ഒരേപോലെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ പേര് സിംഗിൾ എൻട്രിയിൽ ബാലൻസ് ഷീറ്റ് എന്നല്ല, പകരം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെ ഒരു മീനിങ് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു ബിസിനസ്സിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സ്, ഫിഗേഴ്സ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഈ 3 ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതിൽ എസ്റ്റിമേറ്റഡ് വാല്യൂ എടുക്കുന്നത്. അതായത് ഇപ്പോൾ ബിസിനസ്സിൽ നോക്കുക, നമ്മൾ വെറുതെ നോക്കിയിട്ട് എത്ര അസറ്റ് ഉണ്ട് അപ്പോൾ അതെന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്യും. എത്ര ലാബിലിറ്റി ഉണ്ട് അപ്പോൾ ലാബിലിറ്റിയിൽ എന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്യും. അതായത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സ്, റിയൽ ആയിട്ട് എന്താണുള്ളത് അത് ഫിഗേഴ്സ്, അതേപോലെ ഫിസിക്കൽ വെരിഫിക്കേഷൻ, നമ്മൾ ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്തിട്ട് ആ ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. അതല്ലാതെ നമ്മൾ ഡബിൾ എൻട്രിയിൽ നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുക. നമ്മൾ ജേർണൽ എഴുതും, ലെഡ്ജർ എഴുതും, ട്രയൽ ബാലൻസ് എഴുതും, ട്രയൽ ബാലൻസിൽ നിന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എഴുതും. അതല്ലാതെ അവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം അപ്പോൾ ബിസിനസ്സിൽ എന്ത് അസറ്റ് ഉണ്ട് അതിൻ്റെ അപ്പത്തെ വില എന്ത് ഉപയോഗിച്ചിട്ടൊന്നല്ല ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. പക്ഷേ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയാണ്. അവൈലബിൾ ഫാക്ട്സ്, ഫിഗേഴ്സ് ആൻഡ് ഫിസിക്കൽ വെരിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് ആ എമൗണ്ട് ആണ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എഴുതുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ഉണ്ട്, അതേപോലെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഓപ്പണിംഗ് ലാബിലിറ്റീസിനേക്കാൾ എത്ര ഓപ്പണിംഗ് അസറ്റ് കൂടുതലുണ്ട്, ആ കൂടുതലുള്ള എമൗണ്ടിനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എക്സസ് ഓഫ് ഓപ്പണിംഗ് അസറ്റ് ഓവർ ഓപ്പണിംഗ് ലാബിലിറ്റി റെപ്രസെൻറ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ലാബിലിറ്റീസിനേക്കാൾ ഓപ്പണിംഗ് അസറ്റിൻ്റെ കൂടുതലുള്ളത് എത്രയാണ് അതിനെയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുങ്ങിയ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് അസറ്റ്സ് മൈനസ് ഓപ്പണിംഗ് ലാബിലിറ്റീസ് എന്ന് പറയാം. അതേപോലെ നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലോസിംഗ് ലാബിലിറ്റീസിനേക്കാൾ എത്രയാണ് ക്ലോസിംഗ് അസറ്റ് കൂടുതലുള്ളത്, ആ കൂടുതലുള്ള എക്സസ് എമൗണ്ടിനെയാണ് ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് അസറ്റ്സ് മൈനസ് ക്ലോസിംഗ് ലാബിലിറ്റീസ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും. ഇതിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലിനെ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. നെക്സ്റ്റ് ഇതിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഡിഫറൻസുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പറയുന്ന ഡിഫറൻസ് ആണ്, സിമ്പിളായിട്ട് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ. ബാലൻസ് ഷീറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പിന്നെ അതേപോലെ വേറെ ഡിഫറൻസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഈ അസറ്റിൻ്റെയും ലാബിലിറ്റിൻ്റെയും വാല്യൂ എടുക്കുന്നത് ഒരു ഭാഗം നമ്മളെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത റെക്കോർഡിൽ നിന്നും മറ്റൊരു ഭാഗം നമ്മൾ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യുന്ന എമൗണ്ടുമാണ് ഇവിടെ അസറ്റും ലാബിലിറ്റീസും ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റിൽ അങ്ങനെയാണോ? ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് എടുക്കുന്ന എവിടെയാണ്, നമ്മൾ ആക്ച്വൽ റെക്കോർഡിൽ നിന്ന് മാത്രമാണ്. ട്രയൽ ബാലൻസിൽ എത്രയാണോ അസറ്റും ലാബിലിറ്റി ഉള്ളത് അതേ എമൗണ്ട് തന്നെ നമ്മൾ എവിടെ എടുക്കുക, ബാലൻസ് ഷീറ്റിൽ എടുക്കുക. അതായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തല്ല, റിലയബിൾ അല്ല. ശരിയല്ലേ? കാരണം നമ്മൾ എസ്റ്റിമേറ്റ് ആയ എമൗണ്ട് ഒക്കെ എടുക്കുന്നത് അതെന്തല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ റിലയബിൾ അല്ല. ബട്ട് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആക്ച്വൽ റെക്കോർഡ് ചെയ്ത എമൗണ്ട് എടുക്കുന്നത് കൊണ്ട് ബാലൻസ് ഷീറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, റിലയബിൾ ആണ് എന്നാണ് പറയുന്നത്. അതേപോലെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റലും അതല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്തിനാണ്, നമ്മളെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് ട്രാൻസാക്ഷൻ മാത്രമുള്ള സ്മോൾ കൺസേൺസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ ബാലൻസ് ഷീറ്റ് കൂടുതലായിട്ടും പ്രിപ്പയർ ചെയ്യുക ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷനുള്ള ബിഗ് കൺസേൺസ് ആണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ട്രയൽ ബാലൻസ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ആ ട്രയൽ ബാലൻസിലെ എമൗണ്ട്സ് നോക്കിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ എൻട്രിയിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൻ്റെയും ഡബിൾ എൻട്രി സിസ്റ്റത്തിലെ ബാലൻസ് ഷീറ്റിൻ്റെയും ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 3 പേജ് നമ്പർ 14. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ആളുടെ 2 വർഷാവസാനത്തെ കുറച്ച് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടത് 31 ഡിസംബർ 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അസർട്ടൈൻ ചെയ്യണം. അതേപോലെ ആ ഡേറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ 31 ഡിസംബർ 2019 പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയും അതേ ഡേറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ആ ഡേറ്റിൽ പ്രിപ്പയർ ചെയ്യണം. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയാണ് ഇവിടെ കാണുന്നത്. എന്ത് ഡാറ്റയാണ് തന്നിട്ടുള്ളത്? ഇതുണ്ടോ, ഡേറ്റുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 31/12/2018 അത് കഴിഞ്ഞ വർഷത്തെയാണ് അല്ലേ. 31/12/2019 ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള വർഷവുമാണ്.
ഓക്കെ, ആ 2 വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ അസറ്റുകളും തന്നിട്ടുണ്ട്, ലാബിലിറ്റീസും തന്നിട്ടുണ്ട്, അതിൻ്റെ 2 എമൗണ്ടുകളും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവർ പറയുന്നത് ഡ്യൂറിങ് ദി ഇയർ ട്രേഡർ ഹാസ് വിഡ്രോൺ 2000 പെർ മന്ത് ടു മീറ്റ് ഹിസ് ഫാമിലി ഒബ്ലിഗേഷൻ. ഫാമിലി ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രേഡർ, ആ കച്ചവടക്കാരന് എല്ലാ മാസം 2000 രൂപ വിഡ്രോ ചെയ്തിരുന്നു. അപ്പം അതിനെ നമ്മൾ ഡ്രോവിങ്സ് എന്ന് പറയാം അല്ലേ. ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് വല്ലതും വിഡ്രോ ചെയ്യുന്നതിന് നമ്മൾ ഡ്രോവിങ്സ് എന്ന് പറയാം. അപ്പം എല്ലാ മാസം ഡ്രോവിങ്സ് 2000 ഉണ്ട്, പെർ മന്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് നമ്മൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഒരു വർഷത്തെ ഡ്രോവിങ്സ് വരിക 2000 × 12. അതൊക്കെ നമുക്ക് അറിയുന്നതാവും അല്ലേ. ഓക്കെ, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഇവിടെ അസറ്റിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10% ആണ്, ഓൺ ആവറേജ് ബേസിസ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ആവറേജ് ബേസിസ് നമുക്ക് നോക്കാം. അതുപോലെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിന് ഡിപ്രീസിയേഷൻ വരുന്നത് 5% ആണ്, അതും ആവറേജ് ബേസിസിലാണ്. then ആവറേജ് ബേസിസ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 80,000 ആണ് അവസാന വർഷത്തിലെ, അത് 2018 വാല്യൂ. 2018 കഴിയുമ്പോൾ 80,000-ഉം 2019 കഴിയുമ്പോൾ 1,00,000 ഉണ്ട്. അവിടെ 2 എമൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ രണ്ടിൻ്റെ ആവറേജ് കാണുക. എങ്ങനെ ആവറേജ് കാണുക? രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് പ്ലാന്റ് മെഷീൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 80,000 പ്ലസ് 1,00,000 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് പ്ലാന്റ് മെഷീൻ്റെ ആവറേജ് കാണും. ആ ആവറേജിൻ്റെ 10% ഈ 2019 ഡിപ്രീസിയേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അതേപോലെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൻ്റെ ആവറേജ് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആവറേജ് കിട്ടും. അതിൻ്റെ 5% ഈ വർഷം ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ അതിൽ പറയുന്നത് ഡെപ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബിസിനസ്സിന് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ് അല്ലേ, അറിയാലോ. ബിസിനസ് അങ്ങോട്ട് ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാണ്ട് അത്തരം വ്യക്തികളെ ക്രെഡിറ്റേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ പുറത്തുള്ള ഒരാൾ ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഡെപ്റ്റേഴ്സ് ascertain that 1,000 are irrecoverable, അതായത് 1000 കിട്ടൂല എന്നാണ് അവർ അസർട്ടൈൻ ചെയ്യുന്നത്. അതായത് 1000 റുപ്യ എത്ര എമൗണ്ട് തരാനുള്ള ഒരാളെ 1000 റുപ്യ എന്ത് ചെയ്യൂല? കിട്ടൂല. അങ്ങനെ കിട്ടാത്ത ഡെപ്റ്റിനെ നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയാം. ഇവിടെ ബാഡ് ഡെപ്റ്റ് എത്രയുണ്ട്? 1000 ഉണ്ട്. അതേപോലെ തന്നെ പ്രൊവിഷൻ ഓൺ 2% ഈസ് ടു ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 2% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ ഒന്നുകൂടി പറയാം എന്താണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ, ഭാവിയിൽ എങ്ങനെ ഇതേപോലത്തെ ബാഡ് ഡെപ്റ്റ് സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഒരു എമൗണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? മാറ്റി വെക്കുകയാണ്. ഭാവിയിൽ ഇതേപോലെ ഇപ്പോൾ നമുക്ക് കായ് തരാനുള്ള ആരെങ്കിലും, ക്യാഷ് തരാനുള്ള ആരെങ്കിലും നമുക്ക് ഭാവിയിൽ ക്യാഷ് തരില്ല എന്ന് ഇപ്പം തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അങ്ങനെ ഒരു ലോസ് അപ്പം വരുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇപ്പം തന്നെ അതിലേക്ക് കുറച്ച് പൈസ ഇങ്ങനെ മാറ്റി വെക്കുക. അങ്ങനെ നമുക്ക് പറയാം സിമ്പിളായിട്ട്. അങ്ങനെ അതിനെയാണ് ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉണ്ട്. ഇതൊക്കെ ഭാവിയിൽ വന്നേക്കാവുന്ന ചെലവുകളാണ്, ലോസുകളാണ്. ആ ലോസിലേക്ക് ഇപ്പം തന്നെ നമ്മൾ ചെറിയ എമൗണ്ടോട് കൊല്ലം എന്ത് ചെയ്യാണ്? മാറ്റി വെക്കുന്നതിനെയാണ് പ്രൊവിഷൻ എന്ന് പറയാം. അപ്പോൾ ഈ സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 2% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അടങ്ങുന്നതായിരിക്കും ഈ 2019 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ തന്നിരിക്കുന്നതിൽ നമുക്കിവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലോ ക്ലോസിംഗ് ക്യാപിറ്റലോ തന്നിട്ടില്ല. അങ്ങനെ നോക്കാൻ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഇവിടെ എന്തില്ല? ക്യാപിറ്റൽ തന്നിട്ടില്ല. ഈ ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 2018 ക്ലോസിംഗ് ആണ് 2019 ഓപ്പണിംഗ് വരിക അല്ലേ. 2018 ക്ലോസിംഗ് ആണ് 2019 ഓപ്പണിംഗ് വരിക. പിന്നെ ഈ 2019 ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തില്ല? തന്നില്ല. ശരി, കൂടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 2 വർഷത്തെയും തന്നിക്കുകയാണെങ്കിൽ നമ്മൾ ഈ 2 എണ്ണം ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. അപ്പോൾ ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് റഫ് ഫിഗർ ആണ്, ബാലൻസിങ് ഫിഗർ ആയിട്ടാണ് ക്യാപിറ്റൽ കിട്ടുക കേട്ടോ. അതേപോലെ ഈ വർഷത്തെ എൻട്രി ഉപയോഗിച്ചിട്ടാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ ഉപയോഗിക്കും, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഈ വർഷത്തെ എന്ത് ചെയ്യും? ഡാറ്റ ഉപയോഗിക്കും. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ സാധാ ബാലൻസ് ഷീറ്റ് എഴുതില്ല, അതേപോലെ അസറ്റ് ആയിട്ടും ലാബിലിറ്റിയും ആയിട്ട് എഴുതുക. ക്യാഷിൻ്റെ ഏതൊക്കെയാണ് അസറ്റ്, ഏതൊക്കെയാണ്
ലാബിലിറ്റീസ് എന്നൊക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ, ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിലുള്ള ക്യാഷാണ്, അവർ അസെറ്റ് ആണെന്ന് അറിയാം. ശരിയല്ല, അപ്പോൾ ഞാൻ വെറുതെ ഏന്ന് ഇനോട്ട് ചെയ്യാം, വെറുതെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. ക്യാഷ് അറ്റ് ബാങ്ക് എന്താണ്, ബാങ്കിലുള്ള ക്യാഷാണ്, അതും അസെറ്റാണ്. ഇതിൽ ഹ്യൂമാനിറ്റീസ് എന്ന് വന്നവരുണ്ട് എന്നൊക്കെ തന്നെ സെക്യൂർ മാഷ് ഞാൻ കോളേജിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ബേസിക് കൂടി ഒന്ന് എടുത്ത് പറയുന്നത് കേട്ടോ. കോമേഴ്സ് പഠിക്കാത്ത കുട്ടികളും ബികോമിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ അസറ്റ് ലാബിലിറ്റീസ് എന്നാണ് നമ്മൾ നോർമൽ പ്ലസ് ടുവിൽ ബാലൻസ് ഷീറ്റ് എഴുതുക. അപ്പം അസറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള ആസ്തികളെയാണ് അസറ്റ് എന്ന് പറയാം. ഇപ്പോൾ ബിസിനസ്സിലൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ അതൊരു അസറ്റാണ്, ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അസറ്റാണ്, മെഷീനറി ഉണ്ടെങ്കിൽ അസറ്റാണ്, കയ്യിലുള്ള ക്യാഷ് അസറ്റാണ്, കയ്യിലുള്ള ബാങ്കിലുള്ള ക്യാഷ് അസറ്റാണ്. അങ്ങനെ ബിസിനസ്സിന് എന്തൊക്കെ ആസ്തികളുണ്ടോ അതിനൊക്കെ അസറ്റ് എന്ന് പറയും. പിന്നെ ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനുള്ള ബാധ്യതകളൊക്കെ എന്ന് പറയാം ലാബിലിറ്റി എന്ന് പറയാം. ക്യാപിറ്റൽ ഒരു ബാധ്യതയായിട്ടാണ് കണക്കാക്കുക കേട്ടോ ബിസിനസ്സിൽ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുമ്പോൾ ട്രേഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കാണ്, അതും അസറ്റാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് തരാറുള്ളവരാണ് കേട്ടോ, അപ്പോൾ അതും അസറ്റാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാണ്ടെങ്കിൽ അത്രയും ആളുകളെ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അതെന്താണ്, ലാബിലിറ്റിയാണ്. നമ്മൾ അങ്ങോട്ടല്ല ക്യാഷ് കൊടുക്കാറുള്ളത്, അതൊരു ബാധ്യതയല്ലേ. ഓക്കെ, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റാണ്, ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് എന്താണ്, അസറ്റാണ്. അപ്പോൾ ഇതിൽ ഒരു ലാബിലിറ്റി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ്, അസറ്റാണ്. അപ്പോൾ നമ്മൾ ഈ അസറ്റുകളൊക്കെ ഈ പുറത്ത് എഴുതി, സിമ്പിളാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ വർഷത്തെ ഡാറ്റാസ് ആണ്, അത് 2018 കേട്ടോ. ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാൻ 2019. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31/12/2018 എന്ത് കണ്ടുപിടിക്കാനാണ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിലെ ലാബിലിറ്റീസ് ഈ സൈഡിൽ എഴുതാം. ക്യാപിറ്റൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം, ക്യാപിറ്റൽ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക കേട്ടോ, ക്യാപിറ്റൽ ഇവിടെ കിട്ടിയിട്ടില്ല, അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പുറത്ത് ഇവിടുത്തെ അസറ്റുകളൊക്കെ ഇവിടേക്ക് എടുത്തെഴുതി, അതിൻ്റെ നേരക്കുള്ള എമൗണ്ടുകളൊക്കെ ഇവിടേക്ക് എഴുതിയെഴുതി. ഓക്കെ, കറക്റ്റ് ആക്കുക. 1 2 3 4 5 6 ആയിട്ടാണ്. 1 2 3 4 5 6 ഇവിടെയുള്ള അസറ്റുകൾ ഇവിടെ ഒക്കെ എടുത്തെഴുതി. പിന്നെ ഇവിടെ ഒറ്റ ലാബിലിറ്റി ആണുള്ളൂ അല്ലേ, സൺട്രി ക്രെഡിറ്റേഴ്സ് 15,000 2018 അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് 15,000. ഓക്കെ, അത് ഇങ്ങോട്ട് എടുത്തെഴുതി. നമ്മൾ ഈ പുറം എന്ത് ചെയ്യുക, കൂട്ടുക. ഈ പുറം കൂട്ടുമ്പോൾ 1,68,000 കിട്ടും, അല്ല 68,200. ഓക്കെ, പക്ഷേ ഈ പുറം കൂട്ടി നമുക്ക് എത്രയേ ഉള്ളൂ, ഇവിടെ ഇതില്ല എന്ന് വിചാരിക്കുക കേട്ടോ. 1,53,000 കിട്ടിയ എമൗണ്ടാണ്, ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് അതൊന്ന് മറച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ, 15,000 മാത്രമേ ഉള്ളൂ. ഇവിടെ ടോട്ടൽ 15,000, ഇവിടെ എത്രയാണ്, 1,68,200 ഓൾറെഡി നമ്മൾ കൊമേഴ്സ് പഠിച്ചവർക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും മുന്നിലുള്ള കുട്ടികൾക്കും ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലാണ് ബാലൻസ് ചെയ്യേണ്ടത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ 53,200 കിട്ടിയിട്ടില്ല കേട്ടോ, നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗറാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ 1,68,200. ഇവിടെ എത്ര മാത്രമേ ഉള്ളൂ, 15,000 മാത്രം. ഇവിടുത്തെ ടോട്ടൽ 15,000 ആണ്. അസറ്റ് ലാബിലിറ്റി എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ ഏതാണോ വലിയ എമൗണ്ട് അത് രണ്ട് സൈഡിലും എഴുതുക. ഇവിടെ ഈ പുറം കൂട്ടിയപ്പോൾ 1,68,200, ഇവിടെ കൂട്ടിയപ്പോൾ 15,000 മാത്രമേ ഉള്ളൂ. 15,000 ഏത് എമൗണ്ട് എഴുതേണ്ടത്, 1,68,200 ഇവിടെ എഴുതി. ഇവിടെ 15,000 മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ ടോട്ടൽ 15,000. അപ്പോൾ 1,68,200 നിന്ന് എത്ര കുറക്കുക, 15,000 കുറക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1,53,200 ആയിരിക്കും. അതിൻ്റെ നേരക്ക് എന്ത് എഴുതുക, ക്യാപിറ്റൽ. അതാണ് നമ്മളെ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ ക്യാപിറ്റലായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂട്ടി നമുക്ക് എത്രന് കിട്ടും, 1,68,200 കിട്ടും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2019 ഡാറ്റാസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള അസറ്റുകൾ ഈ പുറത്ത് എഴുതുക, ലാബിലിറ്റീസ് സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യാൻ ഈ പുറം കൂട്ടുക, ഈ പുറം കൂട്ടി 1,98,850. ഇത് തന്നെയാണ് വലിയ എമൗണ്ട്. അപ്പോൾ അത് ഇവിടെ എഴുതുക. ഇവിടുത്തെ ടോട്ടൽ എത്രയാണ്, 12,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1,98,850 നിന്ന് 12,000 കുറച്ചാൽ 1,86,850. അതാണ് ബാലൻസിങ് ഫിഗർ. അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ക്യാപിറ്റലായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. എന്തിനീ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളത്, അതിന് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ഒക്കെ വേണ്ടേ. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിൽ നമ്മൾ എന്താ പഠിച്ചത്, ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ഡ്രോവിങ്സ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എന്നിട്ട് അതിന് അഡീഷണൽ ആയിട്ട് വല്ല ക്യാപിറ്റലും കൊണ്ടുവന്നിട്ട് അത് കുറക്കും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. എന്നിട്ട് അതിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുന്നതാണ് നമ്മളെ പ്രോഫിറ്റ് വരിക. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റ്. ഇനി അതിൽ നമ്മൾ എക്സ്പെൻസും ഇൻകം കൂടി കൂടുകയാണെങ്കിൽ ആ ഒരു എമൗണ്ടിൽ നിന്ന് എന്ത് കുറക്കണം, എക്സ്പെൻസ് കുറക്കുകയും ഇൻകം എന്ത് ചെയ്യണം, കൂട്ടുകയും വേണം. അതേപോലെ തന്നെയല്ല, അതിനല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടത്,
നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ അടുത്ത് ചെയ്യാറുള്ളത്, നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ വേണം, ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ അത് വേണം, ക്ലോസിംഗ് ക്യാപിറ്റൽ വേണം, പിന്നെ വല്ല എക്സ്പെൻസും ഉണ്ടെങ്കിൽ അത് കുറക്കണം, ഇൻകംസ് ഉണ്ടെങ്കിൽ കൂട്ടണം. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലാണ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്. നമുക്ക് എത്രയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടിയത്, 1,86,850. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, ഡ്രോവിങ്സ് ആഡ് ചെയ്യണം. ഫോർമാറ്റ് നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ കാണാതെ പഠിച്ചവർക്ക് ഓൾറെഡി മനസ്സിൽ വരുന്നുണ്ടാവും. ക്ലോസിംഗ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് എന്ന് പറയാം. ആഡ് ഡ്രോവിങ്സ് ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസം 2000, അപ്പോൾ ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ 1 ലക്ഷം. അപ്പോൾ എത്ര വരിക, ഇൻറ്റു 12 മാസമല്ല ഒരു വർഷത്തിൽ. ഒരു വർഷത്തിൽ 2000 ആണെങ്കിൽ ഒരു കൊല്ലത്തിന് 2000 ഇൻറ്റു 12 24,000. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടി എത്ര കിട്ടി, 2,10,850. പിന്നെ ഇവിടെ പുതിയ ക്യാപിറ്റൽ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുറക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത് കുറക്കേണ്ടത് ഏതാണ്, ഓപ്പണിംഗ് ക്യാപിറ്റലാണ് കുറക്കേണ്ടത്. ക്യാപിറ്റൽ ഇൻ ദി ബിഗിനിങ്. ഓക്കെ, അതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര കിട്ടിയത്, 1,53,200. ഓക്കെ, അത് 2,10,850 1,53,200 കുറച്ച് നമുക്ക് എത്ര, 57,650. അതിനെയാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുക. പിന്നെ ഇവിടെ എക്സ്പെൻസുകൾ കുറച്ച് വരുന്നുണ്ട്. ആ എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. എന്തൊക്കെ എക്സ്പെൻസുകളാണ് നമുക്ക് വരുന്നത്, എക്സ്പെൻസുകളാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷൻ ഉണ്ട്, ഫർണിച്ചർ ആൻഡ് ഫിക്ചറിൻ്റെ ഡിപ്രീസിയേഷൻ ഉണ്ട്, അതേപോലെ ബാഡ് അപ്റ്റ് ഉണ്ട്, പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ബാഡ് അപ്റ്റ് ഉണ്ട്. അവ എങ്ങനെയാണ് ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കണക്കാക്കുക എന്ന് നോക്കാം. ആവറേജ് ബേസിസിലാണ് കണക്കാക്കേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി 10% ആണ് ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത്. ഇനി എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് അറിയാത്തവരുണ്ടാവും അല്ലേ, അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് ഇനി എപ്പോഴും തേയ്മാനം സംഭവിക്കും. അതായത് ഒരു മെഷീനറി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ 10,000 രൂപക്ക് മേടിച്ച ഒരു സാധനമാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വില എത്ര ഉണ്ടാവില്ല, 10,000 ഉണ്ടാവില്ല. അടുത്ത വർഷം കഴിയുമ്പോൾ വീണ്ടും അതിനേക്ക് എന്ത് ചെയ്യുക, കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ശരിയല്ല, നമ്മളൊരു ബൈക്കൊക്കെ മേടിക്കുകയാണെങ്കിൽ, കാറ് മേടിക്കുകയാണെങ്കിൽ, നമ്മൾ മേടിച്ച എമൗണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമോ, ഇല്ല. ആ എമൗണ്ട് 2 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമോ, ഇല്ല. ആ എമൗണ്ട് 3 കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമോ, ഇല്ല. ഓരോ കൊല്ലം കൂടുന്തോറും അതിൻ്റെ മൂല്യം എന്ത് ചെയ്യും, കുറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ് വരുന്നത് ബിസിനസ്സിൽ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഫിക്സഡ് അസറ്റിനും. ഓക്കെ, ഫിക്സഡ് അസറ്റിനും നമ്മൾ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. ഒന്നുമില്ല, അതിൻ്റെ മൂല്യത്തിൽ നിന്ന് സർട്ടൈൻ പെർസെൻറ്റേജ് കുറക്കുക. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ 10% നമ്മൾ കണക്കാക്കണമെങ്കിൽ ഒന്നാമത്തെ വർഷം 10,000 കുറക്കുമ്പോൾ 90,000 ആയി അതിൻ്റെ വില. അടുത്ത വർഷം വീണ്ടും 10,000 കുറക്കുക, അപ്പോൾ എത്രയും 80,000. മൂന്നാമത്തെ വർഷം വീണ്ടും 10,000 കൂടി 70,000. അതായത് ഓരോ വർഷം കഴിയുമ്പോൾ അതായത് 10,000 കുറച്ച് എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ കുറക്കുന്നതിനെ ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഈസ് ദി ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് എൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 10% ആവറേജ് ബേസിസിലാണ്. അപ്പോൾ ഒന്നുമില്ല, 80,000 1 ലക്ഷം കൂട്ടുക, അപ്പോൾ എത്രയാണ് വരിക, 1,80,000. അതിൻ്റെ പകുതി 2 കൊണ്ട് അടിച്ചാൽ 90,000 ആണ് വരിക. ആ 90,000ൻ്റെ 10% പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, 90,000 10% എന്ന് പറയുമ്പോൾ 9,000. നമ്മൾ കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതേപോലെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ ഡിപ്രീസിയേഷൻ കാണണം. 30,000 25,000 കൂട്ടുക, അതിനെ 2 കൊണ്ട് അടിക്കുക, അതാണ് ആവറേജ് എമൗണ്ട്. അതിൻ്റെ 5%. അപ്പോൾ എത്ര വരും, 1,375. പിന്നെ ബാഡ് ഡെപ്റ്റ്സ് 1000 ആണെന്ന് പറഞ്ഞു, ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അതേപോലെ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് എത്രയാണ്, 2% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് കാണാം, 2% കണ്ടാൽ നമുക്ക് എത്ര കിട്ടും, 780 കിട്ടും. അപ്പോൾ ഇത്രയും 4 എക്സ്പെൻസുകളാണുള്ളത്. അത് ഗ്രോസ് പ്രോഫിറ്റ് 4 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അങ്ങനെയാണ് ഇത് വരക്കേണ്ടത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അതാണ് കൂടുതലായിട്ട് പറയാത്തത് കേട്ടോ. ഓൾറെഡി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഫോർമാറ്റൊക്കെ നമുക്ക് അറിയാമല്ലോ, കുറക്കേണ്ടത് എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഈ 4 എമൗണ്ടുകൾ, ഈ 4 കൂട്ടി ഇങ്ങോട്ട് എഴുതി 12,155. ഇതിന്ന് 12,155 കുറച്ചാൽ 45,495 ആണ് 2019 നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ്. ഇതൊക്കെ ഇൻകംസും കൂടി ആഡ് ചെയ്യാണ്ട്, പക്ഷെ ഇവിടെ ചോദ്യത്തിൽ ഒരു ഇൻകം എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അതുകൊണ്ട് അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അവസാനമായിട്ട് നമ്മൾ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്
ഫോർ ദി ഇയർ എൻഡർ 31/12/2019. അപ്പോൾ ഇത് രണ്ടും ശരിക്കും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ കാര്യം കൂടി ചെയ്തത്. പിന്നെയാണ് നമ്മൾ ശരിക്കുള്ള ബാലൻസ് ഷീറ്റ്, അതായത് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി വളരെ സിമ്പിളാണ്. ഇതാണ് 2019 ഡാറ്റ. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. ഇനി സൺട്രി ഡെപ്റ്റേഴ്സ് എടുത്തതെന്ന് ശ്രദ്ധിക്കാനുള്ളത്, ഈ 40,000 നിന്ന് ബാഡ് ഡെപ്റ്റും പ്രൊവിഷനും കുറക്കാണ്ടാവും. പ്ലാന്റ് ആൻഡ് മെഷീനറി എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കാണ്ടത് ഡിപ്രീസിയേഷൻ കുറക്കാണ്ടാവും. ഫർണിച്ചർ ആൻഡ് ഫിക്സഡ് എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതും ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാണ്ടാവും, കുറക്കാണ്ടാവും. ബാക്കി ക്യാഷ് ഇൻ ഹാൻഡ് 850 എഴുതാം. ക്യാഷ് അറ്റ് ബാങ്ക് 3000, സ്റ്റോക്ക് ഇൻ ട്രേഡ് 30,000, സൺഡേ ഡെപ്റ്റേഴ്സ് 40,000 നിന്ന് ഈ ബാഡ് ഡെപ്റ്റ്സും കുറക്കണം, പ്രൊവിഷനും കുറക്കണം. പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സും ലാബിലിറ്റി സൈഡിലാണ് വരിക, അത് കറക്റ്റ് എടുത്ത് എഴുതാം. പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതുമ്പോൾ ഡിപ്രീസിയേഷൻ കുറക്കാണ്ട്, ഫർണിച്ചർ ആൻഡ് ഫിക്റ്റേഴ്സ് എഴുതുമ്പോൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാണ്ട് കുറക്കാണ്ട്. അത് അതേപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എടുത്ത് എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ് എഴുതി, ക്യാഷ് അറ്റ് ബാങ്ക് എഴുതി, സ്റ്റോക്ക് ഇൻ ട്രേഡ് എഴുതി, സൺഡേ ഡെപ്റ്റേഴ്സ് ഇന്നർ കോളത്തിൽ എഴുതണം. കാരണം ബാഡ് ഡെപ്റ്റ്സ് 1000 കുറച്ച് 39,000, പ്രൊവിഷൻ 780 കുറച്ച് 38,000 പുറത്തേക്ക് എടുത്ത് എഴുതി. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇന്നർ കോളത്തിൽ കേട്ടോ. ഈ ഉള്ളിലുള്ള കോളത്ത് നമ്മൾ ഇന്നർ കോളം എന്നതിന് ഔട്ടർ കോളം എന്നാണ് പറയുക. പ്ലാന്റ് ആൻഡ് മെഷീനറി 1,00,000, ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുത്തത് 9,000 ആണ്, അത് കുറച്ച് വേണ്ടോ. അപ്പോൾ 1,00,000 മെഷീനറി എത്രയായി, 91,000 ആയി അതിൻ്റെ വാല്യൂ. ഫർണിച്ചർ ആൻഡ് ഫിക്റ്റേഴ്സ് 25,000 ആണ്, അതിൻ്റെ ഡിപ്രീസിയേഷൻ 1375. അപ്പോൾ ഇത് ഇന്നർ കോളത്തിൽ എഴുതി, കുറച്ചിട്ട് പുറത്തേക്ക് എഴുതി 23,625. ഇവിടെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഇതാ തന്നിട്ടുണ്ട് 12,000 ആണ് അല്ലേ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 2019 12,000. ഓക്കെ, പിന്നെ അടുത്തത് കിട്ടി നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് കൂട്ടിയിട്ട് ഡ്രോവിങ്സ് എന്ത് ചെയ്യണം, കുറക്കണം. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് എന്ത് കിട്ടും, ഇപ്പോഴുള്ള ക്യാപിറ്റൽ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ വരുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വർഷ തുടക്കത്തിലുള്ള ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു 1,53,200. ഓക്കെ, ഇത് റഫ് ഫിഗർ ക്യാപിറ്റൽ ആട്ടോ. ഈ ക്യാപിറ്റൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. ഏത് ക്ലോസിംഗ് ക്യാപിറ്റൽ, ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ അല്ല നമുക്ക് ഇവിടെ കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ആ വർഷം തുടക്കത്തിലുള്ള ക്യാപിറ്റൽ 1,53,200 ആണ്. ക്യാപിറ്റൽ ഇൻ ദി ബിഗിനിങ് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച 1,53,200. ഓക്കെ, നമ്മളെപ്പോഴും +2 ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു എന്താണ് ഡ്രോവിങ്സും പ്രോഫിറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയാം അല്ലേ. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടും, ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറക്കും. അതല്ല ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലാബിലിറ്റി സൈഡിൽ ചെയ്യാറ്. ഇനി പുറത്തെ ക്ലാസ്സിൽ നിന്ന്, അതായത് വേറെ ക്ലാസ്സിൽ നിന്ന് വന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ പുറത്തെ കൊമേഴ്സ് ക്ലാസ് അല്ലാതെ പഠിച്ചിട്ട് ഹ്യൂമാനിറ്റീസിൽ നിന്ന് വന്ന കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബേസിക് ക്ലാസ് എന്തായാലും കൊടുത്താലാണ് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വൈകാതെ തന്നെ കോളേജിൽ വെച്ചിട്ട് കൊമേഴ്സ് പഠിക്കാത്ത കുട്ടികൾക്കൊരു ബേസിക് ക്ലാസ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ സമയവും തീയതിയൊക്കെ നിങ്ങൾ അറിയിക്കും. അതും കൂടി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്താണ് ഇത്ര കുറച്ച് ബേസിക് ടേംസുകളൊക്കെ പഠിക്കാണ്ട് എന്നാൽ അതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുക. ആ ബിസിനസ്സിലെ ഒരു ബാധ്യതയായിട്ടാണ് കണക്കാക്കുക. കാരണം ബിസിനസ് ഒരു വ്യക്തിയാണ്, ബിസിനസ്സിൻ്റെ ഓണർ വേറൊരു വ്യക്തിയായിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുക. അപ്പോൾ ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിന് കൊടുക്കുന്ന ക്യാഷാണ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് എന്തെങ്കിലും ബിസിനസ് അടച്ചു പൂട്ടുമ്പോൾ ഈ ബിസിനസ് അതിൻ്റെ ഓണർക്ക് ആ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ നമ്മളെ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിന് ഒരു ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. കാരണം അത് ഓണറുടെ ഫണ്ടാണ്, ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അന്ന് ഡ്രോവിങ്സ് നമ്മൾ കണ്ടുപിടിച്ച് 24,000 കൊടുക്കും. അപ്പോൾ അപ്പത്തെ ക്ലോസിംഗ് ക്യാപിറ്റൽ 1,74,695. ഓക്കെ, രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്ത് നമുക്ക് ടാലി ആവും. ഓക്കെ, എപ്പോഴും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ബാലൻസ് ഷീറ്റ് നമ്മൾ ടാലി ആവല്ലേ ചെയ്യുക. ലയബിലിറ്റീസ് അസറ്റ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2 സൈഡ് ആഡ് ചെയ്യുമ്പോൾ 1,86,695 1,86,695 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വലിയൊരു ചോദ്യത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റും ലോസും ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാം. നമുക്ക് കുറച്ച് അസറ്റും ലാബിലീസും കുറച്ച് എക്സ്പെൻസുകളും തന്നിരുന്നു. നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കും വേണ്ട. ഇവിടെ ക്യാപിറ്റൽ ചെയ്യുന്നത് 2 വർഷത്തെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യേണ്ട, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഫസ്റ്റത്തെ വർഷത്തെയും
ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് രണ്ടാമത്തെ വർഷത്തെയും നമ്മൾ ചെയ്യണം. എന്നാലാണ് ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടുള്ളൂ. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ചോദ്യം. അപ്പോൾ നിങ്ങളിത് പൗസ് ചെയ്തിട്ട് ഈ ചോദ്യം നോട്ടിലേക്ക്, ഇതുവരെയുള്ള നോട്ടൊക്കെ കറക്റ്റായി എഴുതി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നോട്ട് നിർബന്ധമായിട്ടും പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നോട്ടിൽ എഴുതി പോകണം. പിന്നീട് അതൊരു നിങ്ങൾ ഓരോ ദിവസം എഴുതാതിരുന്നാൽ അത് പിന്നെ ഒരു ബാധ്യതയായിട്ട് മാറും. അപ്പം അന്നാന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ നിർബന്ധമായി നോട്ടിലേക്ക് എന്ത് ചെയ്യണം, എഴുതന്നെ വേണം. അതിൽ യാതൊരുവിധ മടി നിങ്ങൾ കാണിക്കരുത്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ചോദ്യം ഇതേപോലെ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ചെയ്യുമ്പോഴുള്ള തെറ്റുകൾ വരുമ്പോൾ ഓൾറെഡി വീഡിയോ നോക്കിയിട്ട് എന്തൊക്കെയുള്ളതെന്ന് എന്ത് ചെയ്യുക, നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചോദ്യം സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റും അതേപോലെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സുമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഒരു സെയിം ക്വസ്റ്റ്യനാണ്, ഫിഗേഴ്സുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദ്യത്തിൽ നോക്കുകയാണെങ്കിൽ അതും 2 വർഷത്തെ 2018 2019 ഈ 1/1/2019 ഓപ്പണിംഗ് ഡേറ്റ് ആണ്. അത് 2018 മീൻ ചെയ്താൽ മതി കേട്ടോ. ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കാണിക്കുന്നതും ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ കാണിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിലെ പോലെ തന്നെ 2 വർഷത്തിലെയും കുറച്ച് അസറ്റുകളും കുറച്ച് ലാബിലിറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. താഴത്തും അതേപോലെ കുറച്ച് എക്സ്പെൻസുകളും നമ്മൾ പറഞ്ഞ പോലത്തെ അതേ എക്സ്പെൻസുകളാണ്, സെയിം എക്സ്പെൻസുകൾ തന്നെയാണ് അധികം വന്നിട്ടുള്ളത്, അതും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണോ ചെയ്തത് അതുപോലെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ആൻസർ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ചോദ്യം നോട്ടിലേക്ക് എഴുതിയിട്ട് ചെയ്യുകയും വേണം. പിന്നെ ഇതുവരെയുള്ള നോട്ടുകളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ട് തന്നെ പോകണം. ഓക്കെ, ഇതിൽ അസറ്റും ലാബിലും തിരിച്ചറിയുന്നുണ്ടാവില്ല. ഞാൻ ഫർണിച്ചർ അസറ്റാണ്, സ്റ്റോക്ക് അസറ്റാണ്, ഡെപ്റ്റേഴ്സ് അസറ്റാണ്, ക്യാഷ് അസറ്റാണ്, ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റീസ് ആണ്. ബിൽസ് പേബിൾ എന്ന് പറയുമ്പോൾ ബില്ല് നമ്മൾ കൊടുക്കാനുള്ളതാണ്, അതും ലാബിലിറ്റീസ് ആണ് കേട്ടോ. ലോണ് ലാബിലിറ്റി ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ്. ഓക്കെ, ചിലതിൽ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, അപ്പോൾ അത് എടുക്കണ്ടെന്നുള്ളൂ. ക്ലോസിംഗ് ബാലൻസ് എവിടെ എഴുതേണ്ടത് അവിടെ മാത്രം എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.